ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇന്നലെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി, നമുക്കറിയാം ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഹർജി പരിഗണിക്കുന്നുണ്ട്. അവിടെ ഇന്നലെ ഹൈക്കോടതി വളരെ പ്രസക്തവും വളരെ ഗൗരവകരവുമായ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം അല്ലെങ്കിൽ ആ നിരീക്ഷണം നിസ്സാരമല്ല. അതായത് കോടതി അവിടെ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ കോടതി പറഞ്ഞത്, ഈ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ, ഈ നമ്മളെ ദ്വാരപാലക വിഗ്രഹത്തിനും വാതിലിനും കട്ടിളപ്പടിയിലും ഒക്കെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഇൻ്റർനാഷണൽ ക്രിമിനലുകളാണോ, രാജ്യാന്തര വിഗ്രഹ കടത്തുകാരാണോ ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന ചോദ്യമാണ് കോടതി അവിടെ ചോദിച്ചത്. എന്നു മാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഗ്രഹ കടത്തുകാരുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണോ എന്ന ഗുരുതരമായ സംശയവും കോടതി അവിടെ ഉന്നയിച്ചു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി വിശേഷിപ്പിച്ചത്, നേരത്തെ വളരെ കുപ്രസിദ്ധനായ ഒരു രാജ്യാന്തര വിഗ്രഹ കടത്തുകാരനുണ്ടായിരുന്നു. അയാളുടെ പേര് സുഭാഷ് കപൂർ എന്നാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി സുഭാഷ് കപൂറുമായിട്ടാണ് ഉപമിച്ചത്. അപ്പോൾ വളരെ കൃത്യമാണ്, കോടതി കാണേണ്ടത് കാണുന്നുണ്ട്. ഈ നിസ്സാരം ശബരിമലയിലെ കുറച്ച് സ്വർണം ഉരുക്കിയെടുത്ത് അടിച്ചു മാറ്റി വിറ്റ് കാശാക്കി വീതം വെച്ചു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും അവിടുത്തെ ചില ആൾക്കാരും ഒക്കെ ചേർന്ന്, ചില രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്ന് ഒത്താശ ചെയ്ത് ഈ സ്വർണം അടിച്ചു മാറ്റി, വിജയ് മല്യ കൊടുത്ത സ്വർണത്തിനെ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് വെറുതെ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവച്ചു, ചെമ്പ് പാളിയിൽ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവച്ചു. എന്നിട്ട് ഈ സ്വർണം അടിച്ചു മാറ്റി അങ്ങ് വിറ്റു, ഉരുക്കി വിറ്റു എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റി. കോടതി വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നു, ഈ അമൂല്യ വസ്തുക്കളുടെ, അതായത് നമുക്ക് മൂല്യം നിർണ്ണയിക്കാൻ സാധിക്കില്ല. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹത്തെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി, അതുപോലെ അതിൻ്റെ വാതിലുകൾ, ശ്രീകോവിലിൻ്റെ വാതിലുകൾ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി, അവിടുത്തെ കട്ടിള പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി, അതുപോലെ സ്വർണ്ണ താഴികക്കുടങ്ങൾ, ഇതൊക്കെ സാധാരണ സ്വർണത്തിൻ്റെ വിലയിലല്ല നമ്മൾ നിർണ്ണയിക്കേണ്ടത്. ഇതിന് ആൻറ്റിക് വാല്യൂ ഉണ്ട്. ഇത് പുരാവസ്തുക്കളുടെ ഗണത്തിലും പെടുന്നു. ഇത് പുണ്യവസ്തുക്കൾ, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ഭക്തർ വലിയ ദിവ്യത്വം കൽപ്പിക്കുന്നു. കാരണം നമ്മൾ ആ ശ്രീകോവിലിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കടന്നു കഴിയുമ്പോൾ നാലമ്പലം തൊട്ട് കൊടിമരം തൊട്ട് എല്ലാം ദേവൻ്റെ അംഗങ്ങളായിട്ടാണ് കരുതുന്നത്, ദേവൻ്റെ അവയവങ്ങളായിട്ടാണ് കരുതുന്നത്. അങ്ങനെയുള്ള ദേവൻ്റെ അവയവങ്ങളിലെല്ലാം ദേവചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഭക്തർ അങ്ങനെ കരുതുന്നതിന് നമുക്ക് ഭക്തരെ കുറ്റം പറയാൻ പറ്റില്ല. അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ സങ്കല്പമാണ്. അവർ അങ്ങനെ സങ്കല്പിച്ചോട്ടെ, അതുകൊണ്ട് ആർക്കെന്തു ദോഷം? അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഈ കൊടിമരം, ആ ഭക്തർ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തർ ഒന്ന് കൊടിമരത്തിൻ്റെ ഇതിൽ തൊട്ട് കണ്ണി വെക്കും, അതുപോലെ ബലിക്കല്ലിൽ തൊട്ട് കണ്ണി വെക്കും, സാഷ്ടാംഗം നമസ്കരിക്കും അവിടെ. ഇതൊക്കെ ചെയ്യുന്നത് താൻ ദേവൻ്റെ കാൽക്കൽ, ദേവൻ്റെ മുന്നിൽ ഇതൊക്കെ തന്നെ സമർപ്പിക്കുകയാണെന്ന വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. ആ വിശ്വാസത്തെ നമ്മൾ മുതലെടുക്കരുത്. ഇവിടെ വാസ്തവത്തിൽ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അതാണ്. ഇതിൻ്റെ ഒന്നും മൂല്യം കൽപ്പിക്കാൻ പറ്റില്ല. ഈ ദേവൻ്റെ അംഗങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളിയുടെ മൂല്യം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. ഈ അമൂല്യ വസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി വിദേശത്തേക്ക് കടത്തി വിറ്റ് കാശാക്കിയോ എന്നാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ കോടതി വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നല്ലേ അർത്ഥം? ഈ പോറ്റി ലക്ഷ്യമിട്ടത് എന്താണ് എന്ന് കോടതി ഭംഗ്യന്തരേണ വളരെ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പോറ്റിക്ക് മാത്രം ഇതൊക്കെ ഇവിടുന്ന് ഈ പറഞ്ഞതുപോലെ അടർത്തി കൊണ്ടുപോയി പകർപ്പുണ്ടാക്കി വിദേശത്ത് കൈമാറി വിറ്റ് കാശടിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ പോറ്റിയുടെ പുറകിൽ ഉന്നതരുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം?
ഈ ഉന്നതരെ കണ്ടെത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഈ 2019 ഭരണസമിതിക്കെതിരെയും കോടതി അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഈ പൂശിയതിൻ്റെ ബാക്കി, അവിടെ സ്വർണം പൂശി എന്ന് പറഞ്ഞു, ശരി, ബാക്കി വന്ന സ്വർണം എവിടെ? അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചു? അത് കൊണ്ടുപോകാൻ നിങ്ങൾ എന്തിനു അനുവദിച്ചു? ദേവൻ്റെ മുതലല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത്. ശരിയാണ്, ഇത് കോടതി പറയുന്നത് ഇതിങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തോന്നിയതുപോലെ എടുത്തുകൊണ്ട് പോകാൻ അനുവാദം നൽകിയത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് കോടതി പറഞ്ഞത്. കോടതി അതിൽ വാസ്തവം പറഞ്ഞ കോടതി ഞെട്ടലും രേഖപ്പെടുത്തി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ദേവൻ്റെ മുതൽ കൊള്ളയടിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതിൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ നടത്തി കൃത്യമായിട്ട് ഇതിന് നടപടി സ്വീകരിച്ചേ പറ്റൂ എന്ന് കോടതി വളരെ കൃത്യമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. എന്നു മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ കോടതിയുടെ ചോദ്യങ്ങൾ ഇവിടെ പറയാം. സ്വർണ്ണക്കൊള്ള ഇത് ഉദ്യോഗസ്ഥർക്കെതിരെ ഉള്ള ഒരു അഴിമതി നിരോധന നിയമം ആയിട്ട് മാത്രം ഈ കേസ് ഒതുക്കാൻ പറ്റുമോ എന്ന ഒരു കാതലായ ചോദ്യം കൂടി കോടതി ATSന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് അഴിമതി എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് തെളിവ് സഹിതം ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ കൊണ്ടുവരണം എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കേണ്ട ബോർഡ് പരാജയപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ പരാജയപ്പെട്ടിരിക്കുന്നു. കോടതി പറയുന്നതാണ് കേട്ടോ, ഇത് എൻ്റെ വാക്കുകളല്ല. ഇനി ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്ക് ക്രമരഹിതമാണ്. മിനിറ്റ്സിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. മിനിറ്റ്സ് എന്നുകൊണ്ട് കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത് മഹസർ ഉൾപ്പെടെയുള്ള രേഖകളാണ്. അവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന് കാണിക്കയായി ദേവന് കാണിക്കയായി ഭക്തൻ സമർപ്പിക്കുന്ന ഒരു തുണ്ട് കടലാസ് പോലും അവിടെ മഹസറിൽ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല. അത് ക്രമരഹിതമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. സ്വർണം പൊതിഞ്ഞ ചെമ്പ് പ്ലേറ്റുകൾ എടുത്ത സമയം ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 2019 2025 സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹ പ്ലേറ്റുകൾ, വശങ്ങളിലെ തൂണുകൾ, വാതിൽ ഫ്രെയിമുകൾ എന്നിവയുടെ തൂക്കം നിശ്ചയിക്കണം. ഇത് കോടതി പറയുകയാണ്. ഇനി 2019 അതിനുശേഷവും നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ യഥാർത്ഥ അളവ് നിർണ്ണയിക്കാൻ ശാസ്ത്രീയമായ അന്വേഷണം നടത്തണം. ATSന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് കോടതി. നമ്മൾ മനസ്സിലാക്കണം, കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പിണറായി വിജയൻ്റെ പോലീസാണ് അന്വേഷിക്കുന്നതെങ്കിലും കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കോടതിയാണിത് നിയന്ത്രിക്കുന്നത്. ATS കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. അത് കോടതി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2018 മുതലുള്ള ഇടപാടുകളെല്ലാം അന്വേഷിക്കണം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ സ്പോൺസർമാർ അവിടെ വന്ന് ഞാൻ അത് ചെയ്യിച്ചു തരാം, ഞാൻ ഇത് ചെയ്യിച്ചു തരാം, ഞാൻ ദേവനെ സ്വർണത്തിൽ കുളിപ്പിക്കാം, ഞാൻ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് അവിടെ നിവേദിക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഈ സ്പോൺസർമാരുണ്ടല്ലോ, അവതാരങ്ങൾ എന്ന് തന്നെ പറയണം. ഈ അവതാരങ്ങൾ എന്ന് വെച്ചാൽ, അവതാരം എന്ന് വെച്ചാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്നാണ് അർത്ഥം. അത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിക്കും എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അതിനെ വക്രീകരിച്ച് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ അവതാരങ്ങൾ വരികയാണ്. എങ്ങനെ? കള്ളന്മാർ അവതരിക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രത്തിലെ സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും കൊള്ളയടിക്കാൻ. അതാണ് കോടതി പറയുന്നത്. അതുപോലെ ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശിയത് അന്വേഷിക്കണം. വിജയ് മല്യ വാതിലിൽ പൊതിഞ്ഞ 24 ക്യാരറ്റ് തനി തങ്കം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തോ എന്നന്വേഷിക്കണം. ആ വാതിലിന് എന്തു പറ്റിയെന്ന് കണ്ടെത്തണം. ആ വാതിലോടെ ഇളക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. ആ വാതിലും കട്ടളയും ഉൾപ്പെടെ ഇളക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. വിലപിടിപ്പുള്ള എല്ലാത്തിൻ്റെയും വ്യാജ മാതൃകയുണ്ടാക്കി തട്ടിപ്പ് നടത്തിയോ എന്ന് കോടതിക്ക് സംശയമുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ അമൂല്യ വസ്തുക്കളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വില നിർണ്ണയിക്കാൻ പറ്റില്ല, ഇത് വിദേശത്ത് കൊണ്ടുപോയി കച്ചവടം അടിച്ചോ, അതും അന്വേഷിക്കണം. സ്വർണ്ണ തട്ടിപ്പിനപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം. അതായത് നിസ്സാരം ഇത് വെറും സ്വർണം അടിച്ചു മാറ്റിയതല്ല, എവിടുന്നെങ്കിലും സ്വർണം ആരെങ്കിലും ധരിച്ചിരുന്ന സ്വർണം മോഷ്ടിക്കുന്നത് പോലൊരു നിസ്സാര കേസല്ല ഇത് എന്ന് കോടതി വ്യക്തമായിട്ട് പറയുകയാണ്. ഈ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തിയേ മതിയാവൂ. ചെന്നൈയിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായി അന്വേഷിച്ച് ബോധിപ്പിക്കണം. ഇതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെടുന്നത്. ഈ ശബരിമലയിലെ വാതിൽപ്പാളി കൊണ്ടുപോയതിലടക്കം എല്ലാ സംഭവത്തിലും 2018 ശേഷം നടന്ന എല്ലാ സംഭവത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വ്യക്തമായ അറിവുണ്ട് എന്ന് നിരീക്ഷിച്ച കോടതി വളരെ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് എന്താണെന്ന് അന്വേഷിച്ച് ബോധിപ്പിക്കണം എന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോവാം. അവിടെ അയ്യപ്പനേക്കാളും വലിയ പ്രാധാന്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതാണ് കോടതി ചോദിക്കുന്നത്. ന്യായമാണ്. കോടതി ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതാണ്. അത് ഭക്തരുടെ ചോദ്യങ്ങളാണ്. അയ്യപ്പ ഭക്തർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് കോടതിയുടെ മുഖതാവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് സാക്ഷാൽ അയ്യപ്പൻ ചോദിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവസ്വം അംഗത്തെയോ ഒക്കെ ബലിയാടാക്കി, ഇവിടെ ഇപ്പോൾ വാസുവിൻ്റെ കാര്യമൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഈ വാസുവിൻ്റെ വിഷയം തന്നെ നമുക്ക് മറ്റൊരു വിശാലമായ ക്യാൻവാസിലിരുന്ന് സംസാരിക്കാനുള്ളതാണ്. അത് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ കേവലം ഒരു ദേവസ്വം ബോർഡ് അംഗത്തെയോ ഭരണസമിതിയെയോ ഒന്നും അല്ല. കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇവർക്കൊക്കെ അപ്പുറത്തേക്ക് വലിയ കള്ളന്മാർ പിന്നിലുണ്ട്, വിദേശ ബന്ധം ഇതിനുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാകൂ എന്നാണ് കോടതി പറയുന്നത്. എന്തായാലും നമുക്ക് ഹൈക്കോടതിക്ക് മുന്നിൽ തൊഴുതുകൊണ്ട് തലകുനിക്കാം. കാരണം ഹൈക്കോടതിക്കെങ്കിലും ഇത് മനസ്സിലായല്ലോ. ഇവിടെ നടന്ന തട്ടിപ്പും വെട്ടിപ്പും സ്വർണ്ണ കൊള്ളയും അതിൻ്റെ ആഴവും പരപ്പും കോടതിക്കെങ്കിലും മനസ്സിലായല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം.